എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതിമ. അപ്പോൾ ഞാൻ വളരെ സന്തോഷം നിറഞ്ഞ ഒരു അവസരത്തിലാണ് നിൽക്കുന്നത്. കാരണം നിങ്ങൾ വിഷു ആയിരുന്നു. വിഷുവിന് എനിക്ക് വിഷുവിന് പ്രോഗ്രാം വരിക എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള കാര്യം. കാരണം വിഷു എന്ന് പറയുന്നത് നമ്മുടെ പുതുവർഷം കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിൽ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വകയായിട്ട് എനിക്ക് പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നു. സോ ഷീജച്ചിയുടെ സ്നേഹസാന്ദ്രമാണ്. അപ്പോൾ ഷീജച്ചിയുടെ പ്രോഗ്രാംസിന് ഞാൻ പൊതുവെ എല്ലാ നമ്മുടെ ചാരിറ്റി സംബന്ധിച്ചുള്ള എല്ലാ പ്രോഗ്രാംസിനും ഞാൻ പൊതുവെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണത്തിൻ്റെ പ്രോഗ്രാം ആയിരുന്നാലും ഇപ്പോൾ റീസെൻ്റായിട്ട് കോട്ടൂർ വെച്ചിട്ട് അവിടെയും വീൽ ചെയർ വിതരണവും മൊമെൻറ്റോ വിതരണവും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഭിന്നശേഷിക്കാരെന്ന് നമുക്കവരെ പറയാൻ പറ്റില്ല. റിയലി ടാലൻറ്റഡ് ആയിട്ടുള്ള അമ്മമാരും അവരുടെ മക്കളുമാണ് അവർ. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് എനിക്ക് അതിൽ എവിടെയും പങ്കെടുക്കാൻ പറ്റുന്നുള്ളത് ഏറ്റവും നല്ല എന്താ പറയുക ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ, ഏറ്റവും പുതുവത്സരത്തിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു. കാരണം ഒരുപാട് കുഞ്ഞു മക്കളെ കാണാൻ പറ്റി. വന്ന ഉടനെ ബലൂൺ കൊണ്ട് കൊടുത്തപ്പോൾ ഈ കുട്ടികളുടെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ബലൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ ബലൂൺ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവിടെ ഉള്ളിൽ നിന്ന് വന്നൊരു ചിരി, അവിടെ ഉള്ളിൽ നിന്ന് വന്നൊരു സന്തോഷം. ഇപ്പോൾ ആ ഒരു മോൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ സത്യം. ഇവിടെ വന്ന സമയത്ത് ആ ബലൂൺ കൊടുത്തൊരു മോൻ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ അവൻ അത്രയും എന്നെ മെമ്മറബിളായിട്ട് ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. സോ ഷീജേച്ചിയുടെ ഈ ഒരു വലിയൊരു സംരംഭം, നമ്മുടെ സംരംഭം എന്നല്ല എല്ലാവർക്കും ഉള്ള ഈ ഒരു കാരുണ്യമായിട്ടുള്ള ഒരു കാര്യം ഇനിയും വളരണം. ഇനിയും ഒരുപാട് കുഞ്ഞുമക്കൾക്ക്, ഇനിയും വരുന്ന ഒരുപാട് കുഞ്ഞുമക്കൾക്ക് തണലും താങ്ങുമാവണമെന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുപോരായിട്ട് എൻ്റെ ഇനിയുള്ള സഹകരണവും സ്നേഹസാന്ദ്രവുമായിട്ട് ചേർന്ന് ഒരുപാട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഭഗവാൻ എനിക്കും അതിനുള്ള വളർച്ചയും ആരോഗ്യവും ഭഗവാൻ തരട്ടെ. അതുപോലെ ഷീജേച്ചിക്കും ഷീജേച്ചിയുടെ എല്ലാ ടീമിനും സ്നേഹസാന്ദ്രത്തിനും എൻ്റെ പുതുവത്സരാശംസകൾ, വിഷുവാശംസകൾ. നമുക്ക് കാണാം. കാരണമായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയും എന്തോ പറഞ്ഞാൽ അക്ഷരം തെറ്റാതെ ഉള്ളിൽ വെളിച്ചം പകരുന്ന
സോ മച്ച്. നല്ല കാര്യം തുടങ്ങുമ്പോഴും ലാൻഡ് ലൈറ്റിങ്ങിലൂടെ തുടങ്ങുന്നതാണ് നല്ലത്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ നമ്മളോട് സ്നേഹം പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ ഗസ്റ്റുകളും മുന്നിലോട്ട് വരെ എല്ലാവരും ഒന്നിച്ച് അവർ ലാൻഡ് ലൈറ്റിങ്ങിലേക്കും ബാക്കി ചടങ്ങുകളിലേക്കും പോകാം. എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ക്ലാപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോടത്തെ. നമ്മുടെ മോനെ കൂടെ വിളിക്കുകയാണ്. ജീവൻ എന്നാണ് മോന്റെ പേര് കേട്ടോ. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുക്കാം. നമുക്ക് പറയുന്ന എല്ലാ ഗസ്റ്റുകളും ചേർന്ന് തന്നെ ലാൻഡ്. അതെ അതെ അതിന് സാറേ സാറ് എല്ലാം അടിക്കല്ലേ. ഈ യോഗത്തിൻ്റെ ബഹുമാന്യായ ട്രസ്റ്റിൻ്റെ സ്ഥാപക സെക്രട്ടറി ശ്രീമതി ഷീജ സാന്ദ്ര, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സുഹൃത്ത് സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ പന്തളം ബാലോദരി ഡോക്ടർ ശൈലജ ശ്രീജിത്ത്, വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട കൊച്ചു കുട്ടികളെ, ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാനൊരു നല്ല വിഷുദിനം ആശംസിക്കുകയാണ്. എനിക്ക് മുൻപ് ഇവിടെ ഗാനമേളയിൽ അതിനു മുൻപ് ഡോക്ടർ ശൈലജ ശ്രീജിത്തിന്റെ ഒരു പ്രഭാഷണം നടന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഈ സ്നേഹസാധനം ട്രസ്റ്റ് ആ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവരെ വിളിച്ച് ഒരു ഒക്കെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു യഥാർത്ഥ ജനകീയ ഭരണം, അതാണ് ജനാധിപത്യം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമച്ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രം. അങ്ങനെ ഒരു ഫെഡറലിസത്തെ ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ആ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന സംഘടന അവർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ ആഘോഷ പരിപാടികളോടും ഒപ്പം ഈ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുവാനും അതിലൊക്കെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സംഘടനയായിരിക്കും ആണ് എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഈ പരിപാടിയിൽ സ്ഥാനാർത്ഥികളെ കൂടി ക്ഷണിച്ചിട്ടുണ്ട്. ഇത് സ്ഥാനാർത്ഥികൾ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വിശ്വാസംശകൾ. സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിഷു പ്രോഗ്രാമിന് നടത്തിയ ഒന്നാണ്.
അപ്പോൾ ഞാൻ ഈ ഫംഗ്ഷന് പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഷീജ സാന്ദ്ര എന്ന ഒരു വ്യക്തിയുടെ ആ നിശ്ചയദാർഢ്യവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജറ്റിക്കുള്ള പ്രവർത്തനമാണ്. ഇപ്പം ഇവിടെ ആൾക്കാരുണ്ട് എങ്കിലും ആ ഒരു കേന്ദ്രീകൃത പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ആ ഒരു കോർഡിനേഷൻ ഈ ഒരു സൊസൈറ്റിയെ, ഈ ഒരു സംഘടനയെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ ഷീജ കഴിഞ്ഞത് ഒരുപക്ഷെ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 365 ദിവസം കിടക്കുന്ന അല്ലെങ്കിൽ കിടപ്പിലായിപ്പോയ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാവുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഒരു മാനസിക അവസ്ഥയിലാണ് അവർ. അത്രയും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ആ സത്യമായ ഒരു മനസ്സോടാണ് അവർ നിൽക്കുന്നത്. മാത്രവുമല്ല, അവർക്ക് ഇപ്പോൾ 20 സെൻറ്റ് സ്ഥലം ഒരു സിമൻറ്റ് ഉള്ള ഒരാൾ വ്യക്തി കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പുനരധിവാസ കേന്ദ്രം അവർ പണിയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ കൊടുക്കുന്നുണ്ട് അവർ. എനിക്ക് തോന്നുന്നത് ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഷെൽട്ടർ അവിടെ പണിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സഹായം, ഓരോ കരങ്ങളുടെ സഹായം അതൊരു കൈനീട്ടമായിട്ട് അവർക്ക് കിട്ടുമെങ്കിൽ ഒരുപക്ഷെ അതും ആ സ്വപ്നം അവർക്ക് സാധ്യമാക്കാൻ സാധിക്കും. കാര്യം ഈ കുട്ടികൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ എപ്പോഴും അവർ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരാണ്. ഒരുപക്ഷെ അവർക്ക് ദൈവത്തോട് മാത്രം. പ്രശസ്ത ഗായകനാണ് ബാലകൃഷ്ണൻ, ജീജ സുരേന്ദ്രൻ, ജയകാളി, ശ്രീമതി ഷീജ സാന്ദ്ര, നമ്മുടെ മറ്റ് ഇവിടെ വന്നിട്ടുള്ള മറ്റ് പ്രമുഖ വ്യക്തികളെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി ശരിക്കും പറഞ്ഞ പെടാപാട് തന്നെ പെടുന്ന ഈ സംഘടനാ ഭാരവാഹികൾ, സദസ്സുകളെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ കുട്ടികളെ, ജീവിതത്തിൽ നമ്മുടെ അത് കഴിഞ്ഞ് ഞാൻ UPA സർക്കാർ സമയത്ത് വന്നിട്ട് ഇന്ത്യയിലും ഇതേപോലൊരു ലോ ഉണ്ടാക്കുന്നത് നിർബന്ധിച്ചിട്ട് അവസാനത്തിൽ ആ ലോ യാഥാർത്ഥ്യമാക്കുമ്പോൾ എനിക്കതിൽ സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിഹൈൻഡ് ദ സീൻസ് നല്ലൊരു ഭാവമുണ്ടായിരുന്നു. ഞാൻ തന്നെ പല അവസരത്തിൽ പറഞ്ഞത് നമ്മളുടെ രാജ്യത്തിന് വലിയ കുഴപ്പമാണ്. അടുത്ത ഉടൻ തന്നെ നമ്മുടെ വിഷുക്കൈ നീക്കവും ഭക്ഷ്യ കിറ്റിന്റെയും മെഡിക്കൽ കിറ്റിന്റെയും ചേർന്നൊക്കെ വിതരണം ഉണ്ടാകുന്നതാണ്. അൻവിക ആൻഡ് മാനുവൽ ഇത്രയും പേരൊന്ന് സ്റ്റേജിലേക്ക് വരാം. ഇത്രവർക്ക് മാത്രമല്ല വിഷുക്കൈനീട്ട കൊടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ട്. നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടാക്കി കൊടുക്കുന്നത് ഫുഡ് കഴിച്ച ശേഷം. അബ്ദുൽ ബാരി, ഹരികൃഷ്ണൻ, ജാക്കിൻഡോ, അൻവിക ആൻഡ് മാനുവൽ. പേര് വിളിച്ച ആളുകളെല്ലാം എത്തിയെന്ന് വിശ്വസിക്കുകയാണ്. 5 പേർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ആദരിക്കൽ കൂടിയുണ്ട്. പ്രൊഡ്യൂസറായിട്ടുള്ള രാജശേഖരമായ സാറിനെ കൂടെ ആദരിക്കുകയാണ്. അതിനുശേഷം